ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന 2 ടോയ്സ് പരിചയപ്പെടുത്തി തരട്ടെ. ഇത് വരുന്നത് വുഡൻ്റെ ടോയ്സാണ്. അപ്പോൾ ഇതൊരു സ്റ്റാക്കിംഗ് ടോയ് പോലെയാണ് വരുന്നത്. അതായത് നമ്മളിങ്ങനെ അടക്കി വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ടോയാണ്. ഇങ്ങനത്തെ ടോയ്സ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രോബ്ലം സോൾവിങ് ഒക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ഷേപ്സ്, കളേഴ്സ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ ടോയ്സ് വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷനൊക്കെ ഇമ്പ്രൂവ് ആവാനൊക്കെ ഒരുപാട് നല്ല ടോയ്സാണ് ഇങ്ങനത്തത്. ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ അവർക്ക് ചെറുത് വലുത് എന്നുള്ള കൺസെപ്റ്റൊക്കെ തന്നെ അവർ പഠിച്ചോളും. അപ്പോൾ നമ്മൾ ടോയ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ടോയ്സ് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതായത് കുട്ടികളുടെ കളി നടക്കും, നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഇങ്ങനത്തെ ടോയ്സിനുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്, ഷേപ്പിനനുസരിച്ചിട്ടല്ല, വലിപ്പത്തിനനുസരിച്ചിട്ടല്ല ആദ്യം ഇടുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഒരു ധാരണ വരും. അവരത് വീണ്ടും മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ശരിയാക്കി കളിക്കാൻ വളരെ നല്ലൊരു ടോയാണിത്. അപ്പോൾ ഇത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടോയ് ഒന്നുമല്ല, നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടുന്ന ഒരു ടോയാണ്. അടുത്തതും ഇതുപോലെ തന്നെയാണ്. ഇത് നമുക്ക് കൂടുതലായിട്ട് ഷേപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടോയാണ്. അതുപോലെ തന്നെ കളേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് റൗണ്ട്, ട്രയാങ്കിൾ, സ്ക്വയർ അങ്ങനെ പല ഷേപ്സ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് നമ്മൾ ഡയറക്റ്റ്ലി പഠിപ്പിക്കാണ്ട് തന്നെ കുട്ടികൾക്കത് മനസ്സിലാവും എന്നുള്ളതാണ് ഇങ്ങനത്തെ ടോയ്സ് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഷേപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിയിട്ട് നോക്കിയാൽ അതതിൽ സ്യൂട്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പാറ്റേണൊക്കെ പഠിപ്പിക്കാനായിട്ടും വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.